ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നാം എല്ലാവരും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ തിരുനാളിന് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണല്ലോ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19-ാം തിരുവാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: ജോസഫ് നീതിമാനായ മനുഷ്യനായിരുന്നു. ജോസഫ് ദ ജസ്റ്റ് മാൻ. ബൈബിളിൽ ഓരോ വ്യക്തികളെയും ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവരുടെ സ്വഭാവത്തെക്കുറിച്ചും എന്തിനു വേണ്ടിയാണ് വന്നതിനെക്കുറിച്ചുമെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ജോസഫിൻ്റെ കാര്യത്തിൽ ഇതെല്ലാം നേരെ തിരിച്ചാണ്. ജോസഫിനെ കുറിച്ച് ആദ്യമേ പറയുന്നത് അവൻ നീതിമാനായ മനുഷ്യനായിരുന്നുവെന്നാണ്. യോസേപ്പ് പിതാവിനെ കുറിച്ച് പല ആവർത്തി നാം നീതിമാനായിരുന്നുവെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും യോസേപ്പ് പിതാവ് നീതിമാനായിരുന്നത് മനുഷ്യരുടെ മുൻപിലല്ല, ദൈവത്തിൻ്റെ മുൻപിലായിരുന്നു. യോസേപ്പിന് അവൻ്റേതായ കുറവുകളെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയെല്ലാം ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചപ്പോഴത്തേക്കും ദൈവിക നീതി ജോസഫിലൂടെ വെളിപ്പെടുത്തി. ദൈവിക നീതി എന്ന് പറയുന്നത് കരുണയാണ്. അതുതന്നെയാണ് മറിയത്തിൻ്റെ കാര്യത്തിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കല്യാണത്തിന് മുൻപേ ഗർഭിണിയായി കാണപ്പെട്ട ഭാര്യയെ അദ്ദേഹം ആദ്യം ഉപേക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും പക്ഷേ ദൈവസന്നിധിയിലേക്ക് എല്ലാം സമർപ്പിച്ചപ്പോഴത്തേക്കും ദൈവിക നീതി കടന്നു വന്നു. മറിയത്തെ ഉപേക്ഷിക്കാതെ സ്വഭാര്യയായിട്ട് സ്വീകരിക്കുവാൻ യോസേപ്പ് പിതാവിന് സാധിക്കുകയാണ്. അതിനാൽ തന്നെ നാം മനസ്സിലാക്കേണ്ടത് ദൈവിക നീതി കരുണയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കും യോസേപ്പ് പിതാവിനെ പോലെ ഈ ദൈവിക നീതി മറ്റുള്ളവരിലേക്ക് കാണിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ വേദന തന്നിട്ടുള്ളവരോടാകാം, ക്ഷമിക്കാൻ പറ്റാത്തവരോടായിരിക്കാം. അവരോടെല്ലാം നമുക്ക് ദൈവികമായ നീതി, കരുണ നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ? യോസേപ്പ് പിതാവിനെ പോലെ മറ്റുള്ളവരിലേക്കും കരുണ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലും അനുഗ്രഹമുണ്ടാകും. ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കും. അതിനാൽ ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം, യോസേപ്പ് പിതാവിനെ പോലെ ദൈവിക നീതി കരുണയാക്കി മാറ്റുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.